ചാത്തൻ, മറുത, ഒടിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇരുട്ടും ഭയവുമാണോ നിങ്ങളിലേക്ക് ഓടിയെത്തുന്നത്? അല്ലെങ്കിൽ പണ്ടെങ്ങോ നാട്ടുവഴിയിൽ മറന്നുവെച്ച ആ കറുത്ത രൂപമാണോ? മലയാളികളുടെ വിശ്വാസ സങ്കല്പത്തിനോട് ചേർന്ന് കിടക്കുന്ന ചാത്തന്മാർ വീണ്ടും ഭ്രമയുഗത്തിലൂടെ വാർത്തയിലേക്ക് എത്തുകയാണ്. ആരാണ് ഈ ചാത്തന്മാർ? കേരളത്തിലെ വിശ്വാസ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് ചാത്തൻ സങ്കല്പവും. ചാത്തൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട് പല വാദങ്ങളും ഉയരുന്നുണ്ട്. സവർണ ദേവതയാണ് ചാത്തനെന്നും അല്ല ദളിത് ദേവതയാണെന്നും വാദമുയരുന്നു. എന്നിരുന്നാലും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത്. അസുര നിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം. അതേസമയം താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുടലെടുത്ത ദേവതയാണ് ചാത്തൻ എന്നാണ് മറ്റൊരു കഥ. എന്നാൽ ശാസ്താവിൻ്റെ ഗ്രാമീണ നാമമാണ് ചാത്തൻ എന്നതാണ് അടുത്ത വാദം. പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ബാലൻ്റെ രൂപമാണ് ഉഗ്രമൂർത്തിയായ വിഷ്ണുമായ ചാത്തൻ്റേത്. ചേക്കുട്ടി, പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണെന്നും പറയപ്പെടുന്നു. ഈ മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകല ഐശ്വര്യവും ശ്രേയസ്സും മൂർത്തി പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. ഇതിനുവേണ്ടി ചാത്തനെ പ്രീതിപ്പെടുത്താനും വിശ്വാസികൾ ശ്രമിക്കാറുണ്ട്. എന്താണ് കുട്ടിച്ചാത്തന് പിന്നിലുള്ള ഐതിഹ്യമെന്ന് നോക്കാം. പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായത്രേ. ശബ്ദത്തിന്റെ ഉടമയെ തേടിയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ട് പരമശിവൻ മോഹിച്ചു. എന്നാൽ ശിവന്റെ മോഹം മനസ്സിലാക്കിയ കൂളിവാക പാർവതി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന കേട്ടെത്തിയ പാർവതി ദേവി അവളെ ആശ്വസിപ്പിച്ചു. പരമശിവന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുമെന്ന് കൂളിവാകയ്ക്ക് പാർവതി നൽകിയ വരമാണ് സംഭവിക്കുക എന്ന് ഓർമ്മപ്പെടുത്തി. പരമശിവന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുമെന്ന് കൂളിവാകയ്ക്ക് പാർവതി നൽകിയ വരമാണ് സംഭവത്തിന്റെ അടിസ്ഥാനം. കൂളിവാകയുടെ വേഷം മാറിയ പാർവതിക്ക് ശിവനിലുണ്ടായ 400 കുട്ടികളെയും ഏറ്റെടുത്തു വളർത്തിയത് ചണ്ടാലകുലത്തിൽ പിറന്ന കൂളിവാകയാണ്. ഇതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിച്ചു. വേറെയും ഒരുപാട് ചാത്തന്മാരുണ്ടായിരുന്നു. പറക്കുട്ടി, അറുകൊല, കറുത്തച്ഛൻ, മൂക്കൻ, കാപ്പിരി മുത്തപ്പൻ, കുരുടി, കരിങ്കണ്ണൻ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. കൂളിവാകയുടെ ഏറ്റവും ഇളയ പുത്രനാണ് വിഷ്ണുമായ ചാത്തൻ. അത്ഭുത സിദ്ധികളുള്ള ഈ ചാത്തന്മാരെ സംരക്ഷിക്കാനായി ഒരു പോത്തും കാളയും അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാട്ടി ചാത്തന്മാർ ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. തങ്ങളുടെ വാഹനങ്ങളായ പോത്തിൻ്റെയും കാളയുടെയും പുറത്തേറി ഈഴറയും വായിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു. തൻ്റെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിൽ പോയി. അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു. ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന് പേര് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് വിഷ്ണുമായ ചാത്തൻ ഉണ്ടാകുന്നത്. ചാത്തൻ്റെ വളർത്തമ്മയായ കൂളിവാകയെ മൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മയെ ശല്യം ചെയ്ത മൃഗാസുരനെയും അവൻ്റെ സേനയെയും വിഷ്ണുമായ തൻ്റെ സഹായിയായ കരിങ്കുട്ടി ചാത്തനൊപ്പം യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. യുദ്ധത്തിൽ ചാത്തൻ്റെ വിരലിൽ മുറിവേറ്റു. മുറിവിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ ഉണ്ടായെന്നും മൃഗാസുരൻ പ്രയോഗിച്ച 10 ബ്രഹ്മാസ്ത്രങ്ങളും 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മാഹുതി നടത്തിയെന്നുമാണ് കഥ. കേരളത്തിലെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടും ചാത്തനെ വായിക്കാറുണ്ട്. പ്രീതിപ്പെടുത്തിയാൽ എന്തും തരുന്ന കുട്ടിച്ചാത്തന്മാരെ പൂജിക്കുന്നവരാണ് മന്ത്രവാദികൾ. എന്നാൽ കേരളത്തിലുടനീളം ക്ഷേത്രങ്ങളിലും കുട്ടിച്ചാത്തനെ കാണാൻ കഴിയും. വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യവും കെട്ടിയാടാറുണ്ട്. മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് 1984 ആദ്യത്തെ 3D ഇന്ത്യൻ ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ചാത്തനെയും ജനങ്ങൾ സ്വീകരിക്കാൻ കാരണമായത്. വിശ്വാസവും കെട്ടുകഥകളും നിറം നൽകിയ രൂപമാണ് ചാത്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ തന്നെ ചാത്തനെ വ്യാഖ്യാനിക്കാം. അതിന് സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂട്ടുപിടിക്കാം. അവർണ സവർണ രാഷ്ട്രീയത്തിൽ ചാത്തൻ്റെ പ്രസക്തി കൂടി വരികയാണെന്നാണ് അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രവും പറഞ്ഞു വെക്കുന്നത്. ഇന്നും മുത്തശ്ശി കഥകളിലും വിശ്വാസികളുടെ മനസ്സിലും ചാത്തൻ നിറഞ്ഞു നിൽക്കുന്നു. കരഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമായും മായാജലങ്ങൾ കാണിക്കുന്ന കുട്ടിച്ചാത്തനായും അവർണ രാഷ്ട്രീയത്തിൻ്റെ മുഖമായും ചാത്തൻ മലയാളികളോടൊപ്പം തന്നെയുണ്ട്.